ഇപ്പോൾ CPI നേതാവ് കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് മാധ്യമങ്ങളുടെ മുന്നിലല്ല സജഷൻ വെക്കേണ്ടത്. അതൊക്കെ ഞങ്ങൾ LDF എന്നുള്ളതിലെ ചെയ്തോളാം. അല്ല, അത് അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തോളാം. അതിപ്പോൾ നിങ്ങളോട് അത് പങ്കുവെക്കേണ്ട കാര്യമില്ല. ഒരു പാർട്ടിക്ക് ഒരു മുന്നണിക്കുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുണ്ട്. അത് വേർതിരിച്ച് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. $1,600 നൽകാനല്ല സെസ്. അത് ഞങ്ങൾ തന്നെയാണ് ഇത് കൂട്ടിയത്. ഇതില്ലാതിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഇപ്രാവശ്യം വർദ്ധിപ്പിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. LDFന്റെ ഭരണം അവസാനിച്ചില്ലല്ലോ, ഇനിയും കുറെ കാലം ഉണ്ടല്ലോ. അന്നേരം ബാക്കി കാര്യം ചെയ്യാം. സ്വാഭാവികമായിട്ടും ആ ഓരോ രംഗത്തെ ബഹുജന സംഘടനകൾക്ക് ബഡ്ജറ്റിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടാകും. അതൊക്കെ ഓരോ ബഹുജന സംഘടനകളുടെയും സ്വാതന്ത്ര്യമാണ്. അതും ഈ പൊതു അഭിപ്രായവുമായിട്ട് ബന്ധമില്ല. കാരണം ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, പ്രതിഷേധം വരുന്നു. ഓരോ ജനവിഭാഗങ്ങൾക്കും പ്രതിഷേധം ഉണ്ടെങ്കിൽ അവരുടെ സംഘടനകൾ അഭിപ്രായം പറയും. ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുക കിട്ടുന്നില്ല. ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. തൊട്ടുതലയുന്ന 2200 കോടി രൂപ വായ്പ പരിധി വെട്ടിക്കുറച്ചു. അതുപോലെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സൗകര്യം പോലെ വായ്പ വാങ്ങിക്കുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വില കൂടിയാൽ അയൽ സംസ്ഥാനങ്ങളിൽ വില കുറഞ്ഞിരിക്കും, ആളുകൾ അവിടെ പോയി ഇന്ധനം അടിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്ധനം അടിക്കുന്ന കുറയുമെന്നാണ് കൺവീനർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് എന്റെ മുന്നിലുള്ളത്. അതിനകത്ത് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് എന്റെ മുന്നിലുള്ളത്. അതിനകത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കി നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയും. ആയിക്കോട്ടെ, നിങ്ങളോട് എന്തും പറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോ ഈ LDF കൺവീനർ EP ജയരാജൻ പുറപ്പെടുവിക്കുന്ന പ്രസ്താവന, അതാണ് എന്റെ കൈവശമുള്ളത്. അതിനകത്ത് ഇങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, ഞാനും അതാണല്ലോ പറഞ്ഞത്. ഈ നിയമസഭയിൽ ചർച്ച വരുന്നതനുസരിച്ച് അതിനെക്കുറിച്ച് അവസാന തീരുമാനം ധനമന്ത്രി എടുക്കും. ഇല്ലില്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിയമസഭയിൽ 3 ദിവസം നടക്കുന്ന ചർച്ചകളുടെ അവസാനം ഈ നികുതി നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് അവസാന രൂപം ധനമന്ത്രി പറയും. അതുവരെ ക്ഷമിക്കുക. രണ്ടാമത്തെ മൂന്നാമത്തെ ആണെങ്കിലും നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാനും ഇല്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെയെങ്കിലും ഞങ്ങളോടൊരു താല്പര്യം നിങ്ങൾക്കുണ്ടല്ലോ, നന്നായി. പരിമിതമായ സാഹചര്യത്തിൽ ഒരു സർക്കാരിന് അവരുടെ സവിശേഷ സാഹചര്യത്തിൽ ചെയ്യേണ്ട ഘട്ടത്തിൽ ചെയ്യേണ്ട രീതി ഈ ബഡ്ജറ്റിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയത് തേടേണ്ടി വരും. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്കിനിയിപ്പോൾ നികുതി ചുമത്താനുള്ള അധികാരം ഒരു സാധനത്തിലും നികുതി കൂട്ടാനുള്ള അധികാരം നമുക്കില്ല. പിന്നെ നമുക്കുള്ള അധികാരം ഉപയോഗിച്ച് പുതിയ സ്രോതസ്സുകൾ നമ്മൾ കണ്ടെടുക്കുക. ഇപ്പം കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടുന്നില്ല, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അത് പോകുന്നത്. അതുകൊണ്ടെന്താ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ബഹുജന സംഘടനകൾക്കും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള പാർട്ടിയാണ് CPI. അതെ, അവരാരും ഞങ്ങളുടെ LDFലെ അംഗങ്ങളല്ല. ഞങ്ങൾ മാത്രമാണ് LDFലുള്ളത്. അതിന്റെ ഗവൺമെന്റാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കാനം രാജേന്ദ്രൻ. നികുതി വർധനയെ CPI ന്യായീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നികുതി ചുമത്താനുള്ള അവകാശം കേന്ദ്രം
കവർന്നെടുത്തതെന്ന് കാനം രാജേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു. ബജറ്റിന്റെ ഗുണവും ദോഷവും ചർച്ച ചെയ്യുമെന്നും കാനം പറഞ്ഞു. കേരളത്തിന്റെ പൊതുവികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും കാനം രാജേന്ദ്രൻ.